എൻ്റെ മുടിയൻ കുട്ടിക്കുണ്ടല്ലോ, കുളിക്കാന്ന് പറഞ്ഞാലേ ഇഷ്ടമല്ല. കുളിക്കാന്ന് പറഞ്ഞാലേ അവൻ എവിടെയെങ്കിലും പോയി ഒളിക്കും. അവനെന്നല്ല, അതാ റോമിക്കുട്ടനായാലും ശരി, റോക്കി മോനാണെങ്കിലും ശരി, 3 പേർക്കും കുളിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും അലർജി ഉള്ളൊരു കാര്യം വേറെ ഇല്ല. എന്നാൽ മഴയത്ത് നനയാൻ 3 പേർക്കും ഇഷ്ടമാണ് അതിന്. അത് കുളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പല്ല് തേച്ച് കൊടുക്കാൻ സമയത്ത് ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കും, നഖം വെട്ടി കൊടുക്കും. അതാകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. മഴ ചുമ്മാ മഴ പെയ്യുമ്പോൾ പോയി കളിച്ച് നനഞ്ഞാൽ മതിയല്ലോ. അത് എൻ്റെ മോനെ കണ്ടില്ലേ, കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോന് വേറെ മോനാണ്. അതുവരെയുള്ള എൻ്റെ മുടിയെല്ലാം എലിക്കുട്ടി പോലെ കണ്ട ഇത് നോക്കുമ്പോഴേ അറിയാം, പാവം. അതുകൊണ്ട് അവന് കുളിക്കാൻ ഭയങ്കര മടിയാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ വേറെ മുഖമല്ലേ, അതുകൊണ്ട് അവനതൊരു വിഷമമായിട്ടിരിക്കും. പിന്നെ എൻ്റെ റോക്കിക്കുട്ടീൻ്റെ സ്ഥിരം ശത്രു കാക്ക അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ മോന് ടെൻഷൻ ആവുന്നുണ്ട്. ഇതാ കുറച്ചുകൊണ്ടിരിക്കട്ടെ ആള്. കാക്കൻ എന്താണെന്നുള്ള കുട്ടിക്ക് ചെറിയ വയസ്സിലേ കുട്ടിക്ക് കാക്ക എന്ന് പറഞ്ഞാലേ അവന് വാല് മുതൽ മൂക്കിൻ തുമ്പത്ത് വരെ ദേഷ്യം വരും. ഇതാ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടില്ലേ, അവനക്ക് മാത്രമായിട്ട് ആ കുഴപ്പമുള്ളത്. റോമിക്കുട്ടനും മുടിയൻ കുട്ടിക്കൊന്നും അങ്ങനത്തെ കുഴപ്പങ്ങളില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാക്കനെ ആട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടും മാത്രമല്ല. റോക്കി കാക്ക ഇവിടെ നിൽക്കണം, നിന്റെ ശത്രു ഇവിടെ അമ്മ ഇതാക്കണതാ, അതാ കറിയണ കാണില്ലേ നീ? കാണില്ലമ്മ? റോമിട്ടാ ആരോ കുളിപ്പിച്ചതമ്മ? സുന്ദരനാവനല്ലേ കുളിച്ചത്? സുന്ദരനാവണ്ടേ അപ്പോ? കുളിപ്പിച്ച് കഴിഞ്ഞ് എപ്പോഴും ഞാൻ ഇതേപോലെ വാർപ്പിൻ്റെ മുകളിൽ വരെ ലോക്ക് ചെയ്ത് ചെയ്യാട്ടോ. ഇന്ന് ലോക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം തുണി ഇവിടെ ഞാൻ ഉണക്കാനിട്ടിട്ടുണ്ട് അയലിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ആ തുണീനെല്ലാം പിച്ചി കടിച്ചെടുത്തിട്ട് അതിലെല്ലാം മൂത്രമൊഴിക്കും. വീണ്ടും എനിക്ക് തുണി കഴുകേണ്ട ജോലി വരും. ഇവിടെ നിന്ന് എത്തി നോക്കൽ, വായ നോട്ടം, അതൊക്കെയാണ് എൻ്റെ റോമിക്കുട്ടിന് പണി. അതിൻ്റെ കൂടെ ചേർന്ന് റോക്കിക്കുട്ടിയും പോവും. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. കളിച്ച് മേലത്തെ വെള്ളം എല്ലാം പോവും, ഉണങ്ങും. അപ്പോൾ പിന്നെ തുറന്നു വിടും. എൻ്റെ റാംബോ കുട്ടീനെ പിന്നെ നമ്മൾ ലോക്ക് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. അവൻ അതിന് കുതിച്ച് വന്ന് ഇവിടെ നിൽക്കുക ഉണ്ടാ. അവനകത്ത് കയറിയിട്ട് ബെഡിൽ കയറിയിട്ട് ആ മേലുള്ള വെള്ളമെല്ലാം ബെഡിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങ് നോക്കി നിൽക്കുന്നത്. ഞാൻ തുറന്നു കൊടുക്കില്ല. എപ്പോഴും ഞാൻ 3 പേര് മേലുണങ്ങിയാലല്ലാതെ ഞാൻ അകത്ത് കയറ്റുകയേ ചെയ്യില്ല. കാരണം ഇവൻ്റെ മുടിയിൽ വെച്ചാൽ പെട്ടെന്ന് ജട പിടിക്കും. അതുകൊണ്ട് 3 പേര് എനിക്ക് സൂക്ഷിക്കേണ്ടിയിരിക്കും എപ്പോഴും. വാ റോക്കി, വാ മക്കള്, വാ വേറെ നിൽക്കണ്ട, വാ. കുളിപ്പിക്കൂല നീ റോക്കിയെ, ഇനി കുളിപ്പിക്കൂല. വാ, ഒരിക്കലേ കുളിപ്പിക്കൂ ഒരു ദിവസം. വാ റോമി, വാ.